السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് 17 മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദരീങ്ങൾ പ്രത്യേകം സ്മരിക്കുന്ന, പ്രത്യേകം ഓർക്കുന്ന ഒരു ദിവസമാണ്. കാരണം വിശുദ്ധ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുപക്ഷത്തോട് ഈമാൻ എന്നൊരൊറ്റ ആയുധം കൊണ്ട് പൊരുതി നേടിയ വിജയം, അതിലൂടെ ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് അറിയാനും വിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് സഹായകമായിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, ഈ സംഘമെങ്ങാനും ഇന്ന് ഇവിടെ നശിച്ചു പോകുകയാണെങ്കിൽ, ഹലാക്കായി പോകുകയാണെങ്കിൽ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിന്നെ അറിഞ്ഞ് ആരാധിക്കാൻ ലോകത്ത് ഒരാളെയും ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് റബ്ബിനോട് മനസ്സുരുകി ബദരീങ്ങളുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു തആല ആയിരക്കണക്കിന് മലക്കുകളിറക്കി ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന് വലിയ സഹായം അല്ലാഹു നൽകി. ആ പോരാട്ടത്തിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ വലിയ വിജയം കൈവരിച്ചു. ഈമാൻ എന്നൊരൊറ്റ ആയുധം മാത്രമാണ് അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുന്നിൽ ഏത് ശത്രു എത്ര അംഗബലമുണ്ടായിട്ടും, എത്ര തന്നെ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിട്ടും, ഈമാൻ എന്ന ആ ആയുധത്തിൻ്റെ മുന്നിൽ ഒരിക്കലും അവർക്ക് ജയിച്ചടക്കാൻ സാധിക്കാതെ അവർ അമ്പെ പരാജയപ്പെട്ട ചരിത്രമാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ ഈമാൻ, അവരുടെ ആ ധീരത, അത് നമുക്ക് അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് എന്ത് കൽപ്പിച്ചാലും ഞങ്ങളത് ശിരസാ വഹിക്കാൻ തയ്യാറാണെന്ന് അവർ ഉച്ചസ്ഥരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറപ്പ് നൽകുകയും വാക്കുകൊടുക്കുകയും ഏത് ഘട്ടത്തിലും അങ്ങയോടൊപ്പം ഞങ്ങൾ അടിയുറച്ച് നിൽക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധൈര്യം പകരുകയും ആ രൂപത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിനെ ഇന്നും സ്മരിക്കുകയും അവരെ ഓർക്കുകയും വിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടം, അത് മുസ്ലിം ലോകം വളരെയധികം ആദരവോടെ, ബഹുമാനത്തോടെ ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ട് അവരുടെ അവദാനങ്ങൾ പാടിയും പറഞ്ഞും അവർ പ്രത്യേകമായി ഓർക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ തആല അലാ അഹ്ലി ബദർ, മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു എന്ന് മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിൻ്റെ മഹത്വമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയാൽ പോലും അല്ലാഹു അതെല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അടിമ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേവലാതി പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, യദ്ഖുലന്ന ഹാത്തിബൻ അന്നാറ, ഹാത്തിബ് തീർച്ചയായും നരകത്തിൽ കടക്കും, അതിന് മാത്രം എന്നെ പ്രയാസപ്പെടുത്തുന്നു എന്ന നിലക്ക് റസൂലുള്ളാഹിയോട് വേവലാതി പറഞ്ഞപ്പോൾ, പ്രയാസം പറഞ്ഞപ്പോൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞു, കദബത, നിങ്ങൾ പറഞ്ഞത് കളവാണ്, ലാ യദ്ഖുലുഹാ, ഒരിക്കലും ഹാത്തിബ് നരകത്തിൽ കടക്കൂല. കാരണം ഫഇന്നഹു ഷഹിദ ബദറൻ വൽ ഹുദൈബിയ, അദ്ദേഹം ബദറിലും ഹുദൈബിയ സന്ധിയിലൊക്കെ പങ്കെടുത്ത ആളാണ്. അത്തരം ആളുകളെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താ, ഖദ ഗഫർതു ലഹും, ഞാൻ അവർക്കതെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയും നരകത്തിൽ കടക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ മഹത്വമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അസ്ഹാബുൽ ബദർ, അവരെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ അവദാനങ്ങൾ പാടിപ്പറയുക വഴി അല്ലാഹുവിലേക്ക് മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ
സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനൊക്കെ സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.